അതായത് നമ്മുടെ ഇവിടെ ഇലോഗി എന്നൊരു വാക്ക് പറയുമ്പോൾ ഉണ്ടല്ലോ എല്ലാവരും ഞാൻ ഇരിക്കും. അതുപോലെ നമുക്ക് പലപ്പോഴും ഉണ്ട് സൈക്കോളജി എന്ന് പറയുമ്പം പി എന്നിവിടെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അറിയത്തില്ല. ന്യൂമോണിയ എന്ന് പറയുമ്പോൾ പി പറഞ്ഞില്ലെങ്കിൽ എഴുതത്തില്ല. ആ ഉച്ചാരണത്തിൻ്റെ വേരിയേഷനാണ്. യുളോജി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രശംസ ഇത്രയേ ഉള്ളൂ, പ്രശംസാകീർത്തനമാണ്. അശോകൻ പില്ലേഴ്സിന്റെ പ്രത്യേകത എന്താ? ഞാൻ ഇന്നതായിരുന്നു എന്നുള്ള പ്രശംസയില്ല. അവിടെ എന്താ ഉള്ളത്? ഏറ്റവും വലിയ വെൽഫെയർ സ്റ്റേറ്റിന്റെ പ്രശംസ ഏതാ? അദ്ദേഹം പില്ലർ ഏതാ? Wherever I am, though in the bed chamber, though in the dining room, though in private meetings, allow my people to come and see me. They are my children. That is the best example of a welfare state concept of the state. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, പരസ്പരം സ്നേഹിക്കുക, സഹവർത്തിത്വം, ഇതൊക്കെയാണ് അശോകൻ പില്ലറിൽ കാണുന്നത്. എന്നാൽ സമുദ്രഗുപ്തന്റെ പില്ലർ എന്താ? അത് പില്ലർ ഓഫ് സമുദ്രഗുപ്ത. ഏത് പില്ലർ? അലകാമ പില്ലർ. എൻ്റെ വേറെ തമാശ എന്നറിയോ? ഈ മോഷണം പണ്ടേ ഉണ്ടായിരുന്നു. നമ്മുടെ കാലത്തുമല്ല, മഹാബലിക്ക് മുൻപേ ഉണ്ടായിരുന്നു മോഷണം. കേരളത്തിൽ അങ്ങനെയുള്ളതാണ് മോഷണം കുറച്ചു കാലം നിന്നു. അശോകൻ പില്ലറ് ഗുപ്തന്മാരുടെ കാലത്ത് പൊക്കിയെടുത്തോണ്ട് പോയി ആ പില്ലർ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിലാണ് ഗുപ്തരായ എഴുതിയത്. നമ്മളിവിടെ നടക്കുന്ന പോലെ തന്നെ സെക്രട്ടറിയുടെ മുമ്പിൽ ഇരിക്കുന്ന DYFIയുടെ ബാനർ 10-ാം തീയതി ബന്ദ്, അല്ല 8-ാം തീയതി ബന്ദ്. അത് കഴിഞ്ഞു ആ ബാനർ അവിടെ ഇരിക്കും. യൂത്ത് കോൺഗ്രസ്സുകാരൻ അത് കാണും, എടുത്തോണ്ടാവും പോകും. 20-ാം തീയതി യൂത്ത് കോൺഗ്രസിന്റെ ബന്ദ്, അതായത് വേറൊന്ന് ഒട്ടിച്ച് എഴുതും. അത് കഴിഞ്ഞ് അത് രാത്രിയിൽ കോഴിക്കോട് നിന്ന് വന്ന ഏതെങ്കിലും ഒരു മീൻ ചന്തക്കാരനും വണ്ടി കാണുവാണെങ്കിൽ അവർ തൊണ്ടാൻ പോകും. കോഴിക്കോട് ചെന്ന് മീൻ വില കുറച്ച് വിൽക്കപ്പെടും, അതിലെഴുതും. അപ്പോൾ പില്ലർ എവിടെ നിന്ന് ഇവിടെ പോയി തലമുറ കൈമാറി ഇങ്ങനെ പോകും. ദിസ് വാസ് ദ കേസ് ഓഫ് വിച്ച് പില്ലർ? അശോകൻ പില്ലർ. അത് അലഹബാദിൽ പോയി, അവിടെ നിന്നില്ല. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്ത് അവിടെ നിന്ന് അടിച്ചു മാറ്റി ഡൽഹി പോയി. ഇങ്ങനൊരു കഥ കൂടെയുണ്ട്. അലഹബാദ് പില്ലറിന് പ്രത്യേകതയുണ്ട്. ദിസ് അലഹബാദ് പില്ലർ ഓഫ് ദ സമുദ്രഗുപ്ത വാസ് റിട്ടൺ ബൈ, ഒന്നും പഠിച്ചില്ലേ, ഹരിസേന. എന്താ ഹരിസേനന്റെ പ്രത്യേകത? പോയിട്ട് അല്ലേ, അതുകൊണ്ടാണല്ലോ കവിത എഴുതി. പ്രത്യേകത, he was a Sanskrit scholar and the court poet of Samudragupta. So he what? He inscribed the achievements of Samudragupta. Therefore, Allahabad pillar is otherwise called Allahabad Prasasti. പരീക്ഷയ്ക്ക് നമുക്ക് അലഹബാദ് പില്ലർ എന്ന് വരണമെന്നില്ല, അലഹബാദ് പ്രശസ്തി. Meant what? It was the achievements and the achievements in a glorious way inscribed in a pillar in Allahabad, which originally belonged to Ashokan period, by Harisena, the scholar of Sanskrit in Samudragupta's court. എന്തായാലും എഴുതിയിരിക്കുന്നത്? അവർ സമുദ്രഗുപ്ത conquered 12 South Indian states, 6 North Indian states, 6 Nagas, Achyuta Naga, Ganapati Naga, Nagasena, and 12 border areas. Then beyond India, Ceylon, Indonesia, Java, Sumatra, Angkor. അങ്ങനെ എന്ത് ചെയ്തു? ഇന്ത്യ ടെറിട്ടറി റീച്ച്ഡ് ബിയോണ്ട് ദ ഇന്ത്യൻ ടെറിട്ടറി അല്ലേ? അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഗ്രേറ്റർ ഇന്ത്യ. ഇന്ത്യ became greater India under whom? Samudragupta. France became a greater France
Yes. France became a greater France under whom? Napoleon. He conquered Italy. He conquered a part of Egypt. He tried to conquer Russia, conquered Austria, conquered Prussia. Boundary of France reached beyond the boundary of original France. France became Greater France. അതുപോലെ ഇംഗ്ലണ്ട് എന്ന് പേരുണ്ട്, ഗ്രേറ്റ് ബ്രിട്ടൻ ഇല്ലേ? ആദ്യമേ അത് എന്തായിരുന്നു? ഇംഗ്ലീഷുകാർ തന്നെ പറ. ആദ്യമേ ഏത് പ്രദേശമായിരുന്നു എൻ്റെ പേര്? ഏർലി ഇംഗ്ലണ്ട്, കെൽറ്റ്സ്, then Angles and Saxons, Anglo-Saxons, then developed what? Normans. ഫ്രാൻസിലെ നോർമണ്ടി എന്ന പ്രദേശത്ത് നിന്ന് ഒരു രാജാവ് വന്നു. രാജാവല്ല, അവിടുത്തെ ചട്ടമ്പിയായിരുന്നു, തോണിക്കുട്ടി. ഇവിടെ വന്ന് പിടിച്ചെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? പ്രഭുക്കന്മാരോടും ലാൻഡ് ലോഡ്സിനും എതിരായിട്ട് വേളുണ്ടായി. അതിന് വേറെ പാപ്പാട് കഥയാണ്, ഇപ്പം ഞാൻ പറയുന്നില്ല. ലാൻഡ് റീഫോംസ് ടാക്സ് കൂട്ടി. ജനമെല്ലാം കൂടെ ചേർന്ന് 1000 പറഞ്ഞു, കുറയ്ക്കണമെന്ന് പറഞ്ഞു. 1200 1500 66 ആര് വരുന്നത്? മാഗ്ന കാർട്ട എന്നാ? അതാ ഞാൻ പറഞ്ഞ ജോൺ എന്നാ വരുന്നത്. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് വലിയ മെമ്മറാണ്. മാഗ്ന മീൻസ് മെഗാ, മെഗാ മീൻസ് ബിഗ്. മാഗ്ന എന്നുള്ള സ്കോട്ടിഷ് ഇംഗ്ലീഷാ. ഇപ്പം മെഗാ ഒരു വലിയ, നമ്മളിവിടെ പറയാം, മലയാളത്തിൽ പറയാം ഭീമ ഹർജി. എല്ലാം കൂടി ഒപ്പിട്ട് അടുത്ത് കൊണ്ടുപോയി. എവരെ കണ്ടപ്പം അങ്ങർക്ക് ധൈര്യമുള്ളതുകൊണ്ട് അങ്ങേര് മുമ്പേ ഓടി. ധൈര്യമില്ലെങ്കിൽ ഓടാൻ പറ്റത്തില്ലല്ലോ. എവരും ധൈര്യമുള്ളതുകൊണ്ട് പുറകെ ഓടി. അവസാനം കാട്ടിൻ്റെ ഉച്ചയിൽ അങ്ങനെ അടിച്ചു വീണില്ല, റണ്ണിമീട് അവിടെ കവന്ന് വീണു. എന്താ ഞാൻ പറഞ്ഞു, ഒപ്പിടാണ്. ഇതിനാണ് ഇത്രയും വലിയ കാര്യം, ഓടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. എവിടെ 5 ഒപ്പിട്ട് കൊടുത്തു. ദാറ്റ്സ് കാൾഡ് മാഗ്ന കാർട്ട. ദിസ് മാഗ്ന കാർട്ട ടേം ഈസ് അപ്ലൈഡ് ഇൻ ഇന്ത്യ ഇൻ വിച്ച് പാർട്ട്? എല്ലാം പറ. Wood's Dispatch, which is called the Magna Carta of English education in India. ഇപ്പം കഥ മൊത്തം കിട്ടിയോ? ഇതാണ് ചരിത്രം പഠിക്കേണ്ടത്. മാഗ്ന കാർട്ട എന്താണ്? എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പറഞ്ഞത്? എനി ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ഈസ് referred as what? Magna Carta. Land reforms in Kerala under K.R. Gaviriyamma is the Magna Carta of the land reform system in India. ഇവിടെ അലഹബാദ് ഇൻസ്ക്രിപ്ഷൻ. ഇറ്റ് വാസ് എ പ്രശസ്തി. ബ്രിട്ടൻ ഞാൻ പറഞ്ഞു, അത് കുറച്ച് കഴിഞ്ഞ് ബ്രിട്ടൻ എന്ത് ചെയ്തു? വെയിൽസ് പിടിച്ചെടുത്തു. വെയിൽസ് ഒരു ഗർഭിണിയുടെ കൂട്ടുള്ള. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ എളുപ്പം എന്താ ഓർക്കാം? ഒരു പ്രഗ്നൻ്റ് ആയ കൊഞ്ച്, അതാണ് ഇംഗ്ലണ്ട് അല്ലേ? ഇങ്ങനെ ഇരിക്കും, അടുക്കിത്തരുണ്ട്. അത് വെയിൽസ്. വെയിൽസ് ഇരിക്കും എന്താണ്? നമ്മുടെ പരുവക്കായൽ, അഷ്ടമുടി കായൽ പോലെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. അതിനെന്ത് പറയും ജോഗ്രഫിയില്? ഫിയോർഡ്സ്. വെയിൽസ് വാസ് എ ഫിയോർഡ് റീജിയൻ. അപ്പോൾ അതേപോലെ മൊത്തം കപ്പലുകാരെല്ലാം രാത്രി അവിടെ കയറി കിടക്കും. അവരവിടെ കിടന്ന് ഉറങ്ങുമ്പം വെയിൽസ് ഉള്ളവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങി കപ്പലുകൾ അവരെടുത്ത് അൺലോഡ് ചെയ്യും. രാവിലെ കപ്പലിൽ എളുപ്പം പോകാൻ പറ്റും. അപ്പം പൈറേറ്റ്സിന്റെ കേന്ദ്രമായിട്ട് മാറി, വെയിൽസ് മാറി. സോ ദ ഇംഗ്ലീഷ് റൂളേഴ്സ് tried to control the pirates and appointed the next ruler of England as the governor. എവിടുത്തെ മാത്രം എന്ന് പറഞ്ഞാൽ ഡ്യൂക്കിനെയാണ് അവിടുത്തെ ഗവർണർ. ഡ്യൂക്ക് ആരാ? പ്രിൻസ് അല്ലേ? ഡച്ചസ് ആകുമ്പോൾ പ്രിൻസസ് ആവും. അങ്ങനെയാണ് എന്ത് പേര് കിട്ടിയത്? പ്രിൻസ് ഓഫ് വെയിൽസ് ഓർ പ്രിൻസസ് ഓഫ് വെയിൽസ് എന്ന് അവർക്ക് പേര് കിട്ടുന്നത്. That is it. അപ്പോൾ വെയിൽസ് പിടിച്ചെടുത്തു. ദെൻ അതിൻ്റെ മേളത്തെ പാട്ടായിരുന്നു സ്കോട്ട്ലൻഡ്. സെപ്പറേറ്റ് കിങ്ഡം ആയിരുന്നു. That was conquered. The rulers from there accepted as the rulers of England. From the time of James VI of Scotland became James I of England. Stuart dynasty. അത് കഴിഞ്ഞ് അവർ എന്ത് ചെയ്തു? തൊട്ടപ്പുറത്തുള്ള അയർലൻഡ് പിടിച്ചു. That is a great Irish rebellion and the role of ആനിക്കുട്ടി. ഓർമ്മയില്ലേ? ഇവിടെ തിലകനെ വിളിച്ചിറക്കിയത് ആനി മസ്കരീൻ അല്ലേ?
ആനി ബെസന്റ്. അവിടെ റവല്യൂഷൻ മൂവ്മെന്റ് പേരെന്തായിരുന്നു? ഹോം റൂൾ മൂവ്മെന്റ്. അവിടെ ആർമിയുടെ പേരെന്തായിരുന്നു? IRA, ഐറിഷ് റെവല്യൂഷണറി ആർമി. ബ്രിട്ടൻ എന്തായി? ഗ്രേറ്റ് ബ്രിട്ടൻ ആയില്ലേ? ഇതുപോലെ the time of Samudragupta it became Greater India. ചോദ്യം എങ്ങനെ വരാം? Who among the following promoted the Greater India concept? Samudragupta. Allahabad inscription പ്രത്യേകതയാണ്. It was a പ്രശസ്തി. The other one was a ethical principles for the people. Here in the case of Kerala, these type of rules and regulations were inscribed on stone slabs. നിങ്ങളെ പബ്ലിക് ലൈബ്രറി ഇല്ലേ, ആ പുതിയ കെട്ടും അതിന് മുമ്പേ കുറച്ച് കല്ല് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം എന്നറിയാം, ആ വെള്ളയമ്പലം പതിഞ്ഞോട്ട് വെച്ചിരുന്നുള്ള കല്ലുകളായിരുന്നു. പുലയർ, പറയർ, തീയർ തുടങ്ങിയ ജാതിക്കാർ രാജവീതിയിലൂടെ നടക്കാൻ പാടില്ല. അതൊക്കെ എടുത്ത് കളഞ്ഞു. അതെല്ലാം കൂടെ അവിടെ കൂട്ടിയിട്ടിരുന്നേ. പിന്നെ ഓരോ ദിവസമുണ്ട് വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുമട് താങ്ങികളുണ്ടായിരുന്നു പണ്ട്. ആ ചുമട് താങ്ങളിൽ പച്ചക്കറി വെച്ച് വിൽക്കും. അതിന് മണ്ടേ കൊണ്ടവർ വെച്ച് സന്തോഷിക്കും. താഴെ ആ തണലത്ത് കുത്തിയിരിക്കും. രാത്രി നമ്മൾ ചേട്ടന്മാരെല്ലാം കൂടെ എൻ്റെ മണ്ടേ കയറി ആടാ പോകുന്നതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് വാസ് ഇറ്റ്. ഇതൊക്കെ വെൽഫെയർ സ്കീംസ് ആണെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് ദീസ് പ്രൊക്ലമേഷൻസ് ഓരോരുത്തർക്കും എങ്ങനെയാന്ന് നോക്കി. വൺ ഈസ് പ്രൊജക്ടിങ് അൺടച്ചബിലിറ്റി, other is protecting the praising of the rulers, other projected the welfare of the people, the third one is connected with the Travancore. These reforms. Then in relation to the Christians, with the help of Monroe, the converted lower class Christians who were isolated from other areas were given a residential place to reside and to develop a lagoon area called Monroe Island. That's the present Monroe Turith, in the name of Monroe. ഇന്ന് നമ്മൾ അട്ടപ്പാടിയിലോ മറ്റിടത്തോ ചില വർഗ്ഗക്കാരെ താമസിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നല്ലോ. അതുപോലെ ഇന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, താമസിപ്പിക്കുന്നില്ല. പക്ഷെ അന്നത് ഉണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്തിൽ നിന്ന് ആരും പോയിട്ടില്ല, അതോടെ ഓർക്കണം. അവരവിടെ തന്നെ ഉണ്ട്, അവിടെ ഇന്നും കഴിയുന്നുണ്ട്. മറ്റു വെള്ളത്തൊന്നും വസ്തു വിൽക്കുകയോ ഇറങ്ങിപ്പോവുകയോ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇത്രയും ചെറിയതായല്ലോ. നമ്മുടെ ഏതാണ്ട് പകുതി തീർന്നു. സെക്കൻഡ് പാർട്ട്, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പൊളിറ്റിക്കൽ സെനേറിയോ ഓഫ് പ്രസന്റ് കേരള. ഫസ്റ്റ്, ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു 3 parts: മലബാർ, കൊച്ചിൻ, ട്രാവൻകൂർ. ഓഫ് ദ 3, the first was dominated by the British after the Third Mysore War. Absorbed Malabar, a part of Madras Presidency. So what happened? In Kerala, all the British advancement schemes and systems were acceptable or were beneficial to whom? Malabar area people. നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോകുമ്പോൾ അവിടുത്തെ ആ പബ്ലിക് റിലേഷൻസിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ചീഫ് സെക്രട്ടറീസ് ഓഫ് കേരള, 56 പേർ. അതിൽ നിങ്ങളിങ്ങനെ നോക്കിയാൽ മേനോന്, കൈമള്, ഇതൊക്കെ ആദ്യം കാണുന്നതല്ല. ഇതെല്ലാം മലബാർ. കാര്യം എന്താ? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനും സിവിൽ സർവീസിൻ്റെ കാര്യത്തെക്കുറിച്ചും അങ്ങനെ കുറച്ച് അഡ്വാൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് അവിടെ വന്നപ്പോഴാണ്. പിന്നീട് നമ്മൾ PSC വന്ന ശേഷം പിന്നെ നമുക്ക് 52 ശേഷമാണ്
ബാക്കി രണ്ട് ഭാഗത്തേക്കുള്ള മാറ്റം വരും. അത് ഏതിൻ്റെ പറയില്ല, രാജാക്കന്മാരുടെ ഗുണം കൊണ്ടാണ്. ഓർക്കണം, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വേണ്ട കാര്യങ്ങൾ. ആ മലബാർ ഏരിയയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ കമ്മ്യൂണൽ റൈറ്റ്സ് അവർ വീണ്ടും തുടങ്ങി വെച്ചു. ഏതുപോലെ ലൈക്ക് ലോർഡ് കഴ്സൺ ഇൻ 1905 പാർട്ടീഷൻ ബംഗാൾ. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി സകലയിടത്തും അവർ വിത്ത് വിതച്ചു. In one way, Malabar agitation is another divide and rule policy of the British by projecting communal concepts first, by giving support to Nair Janmis in Malabar area. In Travancore and Cochin, Pradesh Congress committees were formed. Kerala Pradesh Congress Committee. That committee promoted Prajamandal. That Prajamandal demanded responsible government and it participated with the All India Congress Committee's programs including the Lahore session. The Lahore session പ്രത്യേകത ഏത് ഇയറിലാ? 1929, 27, 28, 29. Can you give the two major incidents? Simon Commission, പിന്നെ അപ്പം 4 എണ്ണം ഉണ്ട്. നെഹ്റു റിപ്പോർട്ട്, പിന്നെ blasting of the bomb boy Bhagat Singh. 1928 ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബില്ല് പാസ്സാക്കുകയും അത് പിന്നീട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് വന്നപ്പോൾ അത് ജനങ്ങൾക്ക് എതിരായിട്ടുള്ളത് മനസ്സിലായി. ആ ബില്ലിന് അവർ കൊടുത്ത പേരെന്തായിരുന്നു? What is the name given to the bill? Public Safety Bill. That Public Safety Bill was opposed by whom? Bhagat Singh. Why? Public Safety Bill is only a covering. Intention of the bill was to annul, to suppress, to efface the anti-governmental agitations, including strikes, even in the industrial sector, including railway. ഈ സമരങ്ങളൊക്കെ ജനങ്ങളുടെ സുരക്ഷിതത്തെ ഹനിക്കുന്നതാണെന്ന ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ബില്ലിന് പേര് കൊടുത്തു. ഉദ്ദേശം എന്താണ്? സപ്രഷൻ ഓഫ് ദീസ് ഫ്രീഡം മൂവ്മെന്റ്സ് ആണ്. സോ ഇറ്റ് വാസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഭഗത് സിംഗ് ആൻഡ് ഹിസ് ഗ്രൂപ്പ്. ഇവിടുത്തെ INC കാരന് കമ്മ്യൂണിസ്റ്റ് അടങ്ങുന്നില്ല. ബോംബെ പാസ്സാക്കി, 28 ബില്ല് ഇവിടെ വന്നു, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡൽഹി വന്നു. Then he and his friends thrown a bomb in the Central Legislative Assembly, not to kill anyone, but to make a loud protest of Indians in the British Parliament. ഇവിടെ അവിടെ കേൾക്കുമല്ലോ. ചെങ്കുട്ടി മൈക്ക് പിടിച്ചുകൊണ്ടാണ് ഇന്റർനാഷണലായി മാറിയത്. അതേ രീതിയിലാണ് ഇവിടെ. ഭഗത് സിംഗിന്റെ ഇറങ്ങി ഓടിയില്ല, വെച്ചു കൊടുത്തു. ഇറ്റ് വാസ് എ ചേഞ്ച് ഇൻ ദ റെവല്യൂഷണറി മൂവ്മെന്റ്. അവിടെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. കാരണം അതിന് മുൻപ് ഇവിടുന്ന് വിപ്ലവം പറഞ്ഞ് ഉള്ളവനെ എല്ലാം ഇറക്കിയിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി ഒളിച്ചോടിപ്പോയ അരവിന്ദ ഘോഷിനെ പോലെ അല്ലായിരുന്നു ആര്? ഭഗത് സിംഗ്. ready to accept the gale, തൂക്കയർ വാങ്ങാൻ തയ്യാറായിരുന്നു. 1922 നൺ കോപ്പറേഷൻ നൺ വയലന്റ് ഖിലാഫത്ത് മൂവ്മെന്റ് ചീറ്റിപ്പോയി. പക്ഷെ ചീറ്റിപ്പോയെങ്കിലും ദീപാവലിക്ക് ചില പടക്കമൊക്കെ വാങ്ങിക്കുമ്പോഴേ ഇത്രയും കാണും. പണ്ട് തിരുവനന്തപുരത്ത് പറഞ്ഞ ആനപ്പടക്കം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് മാറിയിരുന്ന അടുത്ത വീട്ടുകാർക്ക് പറയും ആനപ്പടക്കം ഒക്കെ എല്ലാവരും കൂടെ വിരിഞ്ഞിങ്ങനെ വെച്ചിരിക്കും. തീപ്പെട്ടി അങ്ങോട്ട് വെക്കും. ഷൂ
ചെറിയ ശബ്ദം. പക്ഷേ ചില ചെറിയ മുക്കുവടക്കങ്ങളുണ്ട്, അവനാ ഏരിയ മൊത്തം കത്തിക്കും. അങ്ങനെ ഒരു ട്രെൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി ഈ ഒരു പീരീഡിൽ എക്സ്ട്രീമിസ്റ്റ് കാര്യത്തിൽ. മറുഭാഗത്ത് റിവൈവലിസം ഓഫ് ദ കോൺഗ്രസ്, സ്വരാഷ്ട്രികള്. പക്ഷെ സ്വരാഷ്ട്ര പാർട്ടി വന്നോട് കോൺഗ്രസ് വളർന്നോ? ഇല്ല. സ്വരാഷ്ട്ര acted as a group in the Congress. Why? Because Gandhi never wanted to cut off with the Swarajists. He moved back silently. ഗാന്ധി പിൻവലിഞ്ഞു, അവരെ നടത്തിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഗാന്ധി എന്ത് തുടങ്ങുന്നു? പലതും തുടങ്ങിയല്ലേ. സ്റ്റാർട്ടഡ് കൺസ്ട്രക്റ്റീവ് വർക്ക്. ഇറക്കുക, ചർക്ക, നൂല് നോക്കുക. ഹിന്ദു മുസ്ലിം ആരെ കണ്ടാലും താടി ഉണ്ടെങ്കിൽ ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. ഇങ്ങനെ അവരെ പരിപാടി തുടങ്ങി. കൺസ്ട്രക്റ്റീവ് വർക്ക് ഗാന്ധി തുടങ്ങി. സ്വരാഷ്ട്രികൾ എന്ത് ചെയ്തു? മെമ്മോറാണ്ടം ടു ഹൂം? എന്തൊക്കെയാ പറഞ്ഞേ? ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒന്ന്, India should be made a federation. രണ്ട്, a new constitution to India. മൂന്ന്, the constitution contain equal franchising right. It should expand from local to the central legislatures. Introduction of fundamental rights. Formation of planning commission. A Supreme Court with ഇന്നത്തെ പോലെ 3 power. സുപ്രീം കോടതി ഇന്ന് എത്ര പവർ ഉണ്ട്? ഇന്ന് എത്ര പവറുണ്ട് സുപ്രീം കോടതിക്ക്? എൻ്റെ കയ്യിൽ വരാം. ക്ഷീണമായി അല്ലേ? എനിക്കുമായി. പറഞ്ഞു. ഒറിജിനൽ, അപ്പറേറ്റ്, എന്നെ കുഴക്കരുത്, പാവമാണ്. 3 കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അപ്പറേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി. തീർന്നു. അതിനുള്ള ഏതെങ്കിലും ചെറിയ ഒന്നും പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ധാരണയും നമുക്ക് പറ്റിക്കുക അല്ലേ? വേണ്ട. 3 കൺസെപ്റ്റാണ്. ഈ 3 കൺസെപ്റ്റിൽ എന്തൊക്കെ ചോദിച്ചോണ്ട് വെച്ചാ ജുഡീഷ്യറിക്കുള്ള ഏറ്റവും വലിയ പവർ ഏതാ? Which is the highest power of the court given by the constitution? സുപ്രീം കോടതിക്കുള്ള റൈറ്റ്. പറയാം. ജുഡീഷ്യൽ റിവ്യൂ. വാട്ട് ഈസ് ദ ഫസ്റ്റ് കേസ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ? ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിർത്തിയ നമ്മള്? ഫ്രം വിച്ച് സ്റ്റേറ്റ്? USA. ആ USA കേസ് ഏതാ? US നമ്മൾ എടുത്തെന്ന് പറഞ്ഞു. എടുത്ത ഷെൽഫ് അറിയത്തില്ലയോ? ലഡ്ഡു എടുത്തത് ഞാനാണ്. എവിടുന്ന് എടുത്തത്? അതില് ഷെൽഫിൽ നിന്ന് എടുത്തു. ഏത് ഷെൽഫിൽ നിന്നാ? അത് എടുത്തു എന്ന് പറഞ്ഞാൽ പോരാ. മാർബറി വേഴ്സസ് മാഡിസൺ. ഇങ്ങനെ പരീക്ഷയ്ക്ക് ഞാൻ പറയാം, കുത്തി ഇളക്കാം. എന്നാ നമ്മൾ എഴുതുമല്ലേ? പോരാ. ബി സീരിയസ്. ഒരു കാര്യം ചെയ്യും, മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എഴുത്. പലതിനും ചോറില്ലെങ്കിലും എഴുത്. If you write something, it is an imprint on your mind. അതാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നല്ലോ. ഇത്രയും വയസ്സൊക്കെ ആയി, പക്ഷെ എല്ലാം കയ്യിലിട്ടിട്ടുണ്ട്. കുത്തിക്കുറിക്കുക. നമുക്ക് സമയമില്ല. Then come to the point. ഇത്രയും ഞാൻ പറഞ്ഞത് ഓരോ ഡെവലപ്മെന്റ്സ് പറഞ്ഞ. നമുക്കിവിടെ ആദ്യം കാണുന്ന ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ എന്താണ്? ശ്രീമൂലം. അത് ഞാൻ മൊത്തം പറഞ്ഞു. റെപ്രസെന്റേഷൻ പറഞ്ഞു. ഇനി നമ്മളുടെ കോൺഗ്രസിൻ്റെ വർക്ക് എന്താണ്? നമ്മുടെ പ്രസന്റ് ഗവൺമെൻറ് വരെ വരണം. എന്നുവെച്ചാൽ സ്വതന്ത്ര കേരളം. ഒന്ന് പ്രജാമണ്ഡലം ഫോം ചെയ്തു, എയിമിംഗ് അറ്റ് റെസ്പോൺസിബിൾ ഗവൺമെന്റ്. ബട്ട് ദാറ്റ് പ്രജാമണ്ഡലം ആൻഡ് ദ കോൺഗ്രസ് വർക്ക് വാസ് ബാൻഡ് ബൈ C.P. Ramaswamy Divan. Opposing that Divan's
negation, a representation was given to Maharaja by all-party meeting led by Akkamacharyan to Kavadiyar Palace. This is called Rajdhani March. Rajdhani March. Ban was lifted. In the meantime, Cochin Prajamandal also instituted for responsible government. They insisted for union of Cochin and Travancore. Thus Travancore Cochin union was made. Thus a united government of Travancore Kochi was formed. That government with four chief ministers and one presidential rule continued till 1956. Malabar was amalgamated. Then the Kerala state come into origin. First general election. First time in the world an elected communist ministry under E.M. Shankara Namboodiripadu come to power. That ministry witnessed a woman member in the cabinet, K.R. Gavariyamma. Though many chief ministers died, she is alive even today. അവരുടെ കൂടെ ഉണ്ടായിരുന്ന EMS ഉൾപ്പെടെയുള്ള ഞാൻ ആര് വരെ വിട്ടുപോയി. 1919 ജനിച്ച ഗൗരിയമ്മ 101ാമത്തെ വയസ്സിൽ ഇന്ന് ജീവിക്കുന്നു. From 1940 onwards, she was the participant of the political system of Kerala. The best revenue minister in India. Women empowerment in the കാര്യങ്ങളാണ്. ഇത്രയുമാണ് നമുക്ക് പഠിച്ചു വരാനുള്ളത്.